പിന്നെ രണ്ടാമത്തെ കാര്യം മെറ്റ എന്ന് പറയണം, ഭയങ്കര സംഭവമാണ്. ഞാനൊരു ഭയങ്കര സംഭവം എന്ന് എനിക്ക് തോന്നുന്നത് വാർത്തയൊക്കെ വായിച്ചിട്ട്. ഞാൻ എഴുതി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ മെറ്റ റിലീസ് ഓർഡറെ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ, ഞാൻ ആകെ മെറ്റയ്ക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇത് വന്ന ഉടനെ തന്നെ CMO കേരളം എന്ന ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിൽ ലഭ്യമാക്കി തന്നെ, നേരത്തെ ഉണ്ടായിരുന്നത് ലഭ്യമാക്കി തന്നെ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഓഫീസിൽ നിന്ന്. 2 മാസമായിട്ട് ഇത് ശരിയാക്കി തന്നിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ സാധനം മുഴുവൻ, ഞാൻ പറഞ്ഞിട്ട് മുഴുവൻ മെറ്റ റിലീസ് ചെയ്യണം പറഞ്ഞത്. നിങ്ങളൊക്കെ അതിങ്ങനെ വാർത്ത കൊടുക്കുക എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റ റിലീസ് എൻ്റെ ബോർഡുണ്ട് 3 ഇത് ഒരുപാടെണ്ണം ബോർഡുണ്ട്. അതായത് ഈ ദൃശ്യമാധ്യമങ്ങളുടെ ഓൺലൈൻ ആളുകൾ വെച്ച കാര്യം. ഒന്ന്, ഞാൻ ഈ മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടായ വിഷയങ്ങളിൽ ഇടപെട്ടതിനെ അഭിനന്ദിച്ചുകൊണ്ട് തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് കൊല്ലം രൂപതയുടെ 700-ാം വാർഷികത്തിൽ നടത്തിയ പ്രസംഗം പല നിങ്ങളുടെ ഓൺലൈൻ ചാനലുകളിലും വെച്ചു. അത് റിമൂവ് ചെയ്തു. അത് എന്നെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു. എൻ്റെ ഇടപെടലുകളും എന്നെ വിശ്വാസം കൊണ്ട് വളരെ ഇതാണെന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം. ആ പ്രസംഗം ഓൺലൈൻ ചാനലുകൾ കൊടുത്തത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഷിബു ബേബി ജോണും ഞാനും തമ്മിൽ ഒരുമിച്ച് ഗൗതം കൃഷ്ണയുടെ വീട്ടിൽ പോയത്, അത് ചില ചാനൽ കൊടുത്തത് അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്, KCBC മുഖ്യമന്ത്രിക്ക് ഒരു പരോക്ഷ പിന്തുണയുമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ആരും രാഷ്ട്രീയം പറയരുത് എന്ന് പറഞ്ഞ് വെച്ച എൻ്റെ കൂടി ഫോട്ടോ വെച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്ത ഈ സോഷ്യൽ മീഡിയയിലെ ദൃശ്യമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയയുടെ എല്ലാ റിലീസും ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഇത് ചെയ്തിട്ടുണ്ട്, ആസാം മുഖ്യമന്ത്രി, ഞങ്ങളുടെ ഹിമാചൽ മുഖ്യമന്ത്രിയുടെ ചെയ്തിട്ടുണ്ട്. അതെന്താണ് മെറ്റ ചെയ്യുന്നതെന്ന് അറിയില്ല. ചാനലുകളുടെ പേരിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എനിക്കത് തിരിച്ച് വരുന്നതിൽ സന്തോഷമുള്ളൂ. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, നാളെ എൻ്റെയും പോകില്ലേ. അല്ലാതെ ഞാനോ എൻ്റെ ഓഫീസോ പറഞ്ഞിട്ട് മെറ്റ നിങ്ങളൊക്കെ കൊടുക്കുന്ന ഓൺലൈൻ ചാനലിൽ കൊടുക്കുന്ന സാധനം റിമൂവ് ചെയ്യുമോ? ആ സ്വാധീനം എനിക്ക് മെറ്റയിലുണ്ടോ? ഞാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമോ? മെറ്റ ചെയ്യുമോ? ചെയ്താൽ അതിന് നമുക്ക് ഇടപെടണം. നിങ്ങളും ഇടപെടണം. നിങ്ങൾ അതിൻ്റെ അകത്ത് പരാതികൾ കൊടുക്കണം. അതിൻ്റെ കൂടെ സർക്കാർ നിൽക്കും. ഒരു സംശയം ആ കാര്യത്തിലില്ല. സർക്കാർ നിൽക്കും, ആ കൂടെ നിൽക്കും, സർക്കാർ കൂടി നിൽക്കും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ആ അല്ല, പ്രതിപക്ഷ നേതാവായിരുന്ന ഞാൻ മനോരമ ന്യൂസിലെ കൊടുത്ത ഒരു പോസ്റ്റ് പോലീസിനെ ഉപയോഗിച്ചിട്ടാണ് അന്ന് റിമൂവ് ചെയ്തത്. കേൾക്ക്, പോലീസിനെ ഉപയോഗിച്ചിട്ടാണ് അത് റിമൂവ് ചെയ്തത്. പോലീസിനെ ഉപയോഗിച്ച് ഇപ്പോൾ ഇലക്ഷൻ പരാതി കൊടുത്ത് ഞാൻ പരാതി കൊടുത്തില്ലേ, ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി കൊടുക്കും. എന്നിട്ട് അവരത് പുനഃസ്ഥാപിച്ച് അത് തെറ്റാണെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ലംഘനം കൂടിയല്ലേ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ തടസ്സപ്പെടുത്തുന്നത്. അത് പോലീസിനെ ഉപയോഗിച്ച്, അതിൻ്റെ അത് ഒന്നുമില്ല. ജോണി ലൂക്കോസുമായിട്ട് ഞാൻ കൊടുത്ത ഇൻ്റർവ്യൂ പോലീസിനെ കൊണ്ട് റിമൂവ് ചെയ്യിപ്പിച്ച് അന്ന് അത് പറഞ്ഞുകൊണ്ട് അവരത് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ റീഇൻസ്റ്റേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. രക്തം കേൾക്കറൊന്നും മെറ്റയായിട്ടൊന്നും ഇപ്പോൾ അത് ഒരു സ്ഥലത്ത് സംസാരിച്ചിട്ടില്ല. എൻ്റെ ഓഫീസിലെ ഒരാളും, ഞങ്ങളെ ഓഫീസിൽ പറഞ്ഞാൽ മെറ്റ നിങ്ങളുടെയൊക്കെ റിമൂവ് ചെയ്യാണ്, നിങ്ങളെല്ലാം റിമൂവ് ചെയ്യാണ്. ഞാൻ പറയില്ല, എനിക്ക് അനുകൂലമായിട്ടുള്ള കാര്യം പ്ലീസ് ഞാൻ പറയുമല്ലേ മറുപടി, പ്ലീസ് ഞാൻ പറയുമല്ലേ, അങ്ങ് ചോദിച്ചതിന് ഞാൻ മറുപടി പറയല്ലേ. എൻ്റെ അടക്കമുള്ള എല്ലാം റിമൂവ് ചെയ്യാണ് മുഖ്യമന്ത്രിമാരുടെ പലരും. അത് എന്താണ് മെറ്റയുടെ എന്തെങ്കിലും പോളിസിയിലുണ്ടായിരിക്കുന്ന ചേഞ്ചാണോ എന്താണെന്ന് വ്യക്തമല്ല. അത് അത് തിരിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനലുകളിൽ നിന്ന് ഓൺലൈൻ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം. അതിൻ്റെ കൂടെ സർക്കാരുണ്ടാവും. സർക്കാർ വേണമെങ്കിൽ കത്തെഴുതാം. ഞാൻ വേണമെങ്കിൽ കത്തെഴുതാം മെറ്റയ്ക്ക്. കാരണം എന്നെ വിമർശിച്ച് കൊണ്ട് വരുന്ന പോസ്റ്റ് ഒന്നും റിമൂവ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കത്തെഴുതാം. ഞാൻ റെഡിയാണ്. നിങ്ങൾ ആർക്കെങ്കിലും ആരെങ്കിലും മെറ്റ കൊണ്ടിട്ട് ഒരു 10 പോസ്റ്റ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കേരളത്തിലെ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും വായി മൂടി കിട്ടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നൊരു മൂഢനാണോ ഞാൻ? നിങ്ങളെന്താ? അല്ല, അത് അങ്ങനെയല്ലേ അവർ പറയുള്ളൂ. കാരണം പോലീസിനെ ഉപയോഗിച്ച് ഞാൻ ജോണി ലൂക്കോസിന് കൊടുത്ത ഇൻ്റർവ്യൂ നിങ്ങൾ നോക്കുക, അതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടാകുന്നു. റിമൂവ് ചെയ്യിപ്പിച്ച ആളുകളാണ് ഈ പറയുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ റിമൂവ് ചെയ്യിപ്പിച്ച ആളുകളാണ് ഈ പറയുന്നത്. എൻ്റെ ഇൻ്റർവ്യൂ
അത് അവരെന്തൊക്കെ പറയാം. ആ ഒരു അപ്രഖ്യാപിതമായ രീതിയിലാണ്. കാരണം മെറ്റയുടെ പോളിസി ചേഞ്ച്, മെറ്റ പ്രധാനമന്ത്രിയോട് മാപ്പ് പറയുന്നുള്ള വാർത്ത നമ്മൾ കണ്ടു. അതിനുശേഷമാണ് ഇത് ത്രൂ ഔട്ട് ഇന്ത്യയിലുണ്ട്, കേരളത്തിൽ മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ തെലങ്കാനയിലെ കാര്യം പറഞ്ഞത്, ഹിമാചൽ മുഖ്യമന്ത്രിയുടെ പറഞ്ഞത്. ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നിങ്ങളിത് റിമൂവ് ചെയ്യപ്പെട്ട സ്ഥാപനങ്ങൾ അവർക്ക് പരാതി അയക്കി, നമ്മളും പറയാം, നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുക, സർക്കാർ അതിൻ്റെ കൂടെ നിൽക്കുക. നിങ്ങളിപ്പോൾ എനിക്കെതിരെ ഇട്ടിരിക്കുന്ന സംഭവങ്ങൾ പോലും പുനഃസ്ഥാപിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടാം, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അത് വന്നാൽ അല്ലെങ്കിലും പറയണല്ലേ. അല്ലല്ല, പോലീസ് ഇതുമായിട്ട് യാതൊരു അല്ല അത് അവർ ചെയ്യുന്നതല്ല, അവിടെ നിന്ന് ചെയ്യുന്നതല്ല. അവരോടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അവരാണ് ഇതിൻ്റെ അതോറിറ്റി, അവർക്ക് മാത്രമേ ഇത് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഉറപ്പാണ്, അതല്ലേ സർക്കാർ ഇടപെടാന്നല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ കൂടി വേണം, നിങ്ങൾ നീക്കം ചെയ്ത ആളുകൾ പരാതി കൊടുക്കണം. കാരണം നിങ്ങളാണ് അഗ്രീവ്ഡ് പാർട്ടി. അഗ്രീവ്ഡ് പാർട്ടി ഇത് നീക്കം ചെയ്ത സ്ഥാപനങ്ങളാണ്, അവർ പരാതി കൊടുക്കണം. അവർ പരാതി കൊടുത്താലേ നിലനിൽക്കുകയുള്ളൂ. നമ്മൾ അതിന് പിന്തുണ കൊടുക്കുക. എൻ്റെ ഇടയ്ക്ക് എന്നെ വിമർശിച്ചുകൊണ്ടിട്ടിരിക്കുന്ന പോസ്റ്റുകളടക്കം തിരിച്ചിടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കത്ത് കൊടുക്കുക, ഒരു പ്രശ്നമില്ല. അതൊക്കെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ കണ്ടോ സർക്കാരിന്റെ നയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാവും. അല്ല, വ്യാപകമായ ശ്രമം ചില ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ഞങ്ങളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ നടപടികൾ ആ കാര്യത്തിൽ സ്വീകരിക്കും. ചീഫ് സെക്രട്ടറിയുടെ കത്തൊന്ന് വായിച്ചു നോക്കും. ചീഫ് സെക്രട്ടറിക്ക് ഡൽഹിയിൽ നിന്ന് അയച്ച കത്ത് ചീഫ് സെക്രട്ടറി LSCD സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്തു. അത്രയല്ല, ഫോർവേഡ് ചെയ്തു. ചീഫ് സെക്രട്ടറിയുടെ ജോലിയാണത്. ഫോർവേഡ് ചെയ്തു. സ്റ്റേറ്റ് ഗവൺമെൻറ് നയമല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. അവിടെ അയച്ച ഹർത്തിരംഗയായിട്ട് ബന്ധപ്പെട്ട ആ പരിപാടിയിൽ സ്വാതന്ത്ര്യദിനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരാണ് തീരുമാനിക്കുന്നത്. സർക്കാരിന് അതിൻ്റെ അകത്തൊരു കൃത്യമായ നയമുണ്ട്. UDF അത് സംബന്ധിച്ച ഒരു കൃത്യമായ നയമുണ്ട്. അത് നിങ്ങൾ ഓഗസ്റ്റ് 15 അധികം ദിവസമില്ലല്ലോ, അപ്പോൾ മനസ്സിലാവും.